തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്ഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തി. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 8 വർഷത്തിന് ശേഷം റഹീം വന്നിറങ്ങുന്നത് ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും കഠിനമായ ഒരു സാഹചര്യങ്ങളിലേക്കാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? എന്താണ് വിവരങ്ങൾ? ഒരു വാക്ക് പോലും ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല. അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചുമില്ല. മനസ്സ് മരവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോകുന്നു അതുപോലെയാണ് ഞങ്ങളുടെ മുമ്പിലൂടെ അദ്ദേഹം അല്പസമയം മുമ്പ് പുറത്തേക്ക് വാഹനത്തിനടുത്തേക്ക് പോയത്. അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ മറ്റ് ജനപ്രതിനിധികളോ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളോ ഒന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അവർ അദ്ദേഹത്തോടൊപ്പം മൗനമായി നടന്ന് വാഹനത്തിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹം DK മുരളി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കാണുമെന്നും അതിനുശേഷം ഖബറിടത്തിലെത്തി ഉമ്മയുടെയും തൻ്റെ സഹോദരൻ്റെയും ഭാര്യയുടെയും ഒക്കെ ഖബറിടത്തിലെത്തി പ്രാർത്ഥിക്കും എന്നുമാണ് ഈ കുടുംബാംഗങ്ങൾ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കാം, അവിടെ നിന്നായിരിക്കും ഈ ഖബറിടത്തിലേക്ക്, വെഞ്ഞാറമൂടിലുള്ള ഖബറിടത്തിലേക്ക് എത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം പോവുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യ ഷെമി അപകടനില ഇപ്പോഴും തരണം ചെയ്യാതെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷെമിയുടെ അടുത്തേക്ക് ഈ അബ്ദുൾ റഹീം വൈകാതെ എത്തും, ഇന്ന് തന്നെ എത്തിയേക്കും. അതിനുശേഷം ഈ അബ്ദുൾ റഹീമിന്റെ കൂടി സാന്നിധ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഷെമിയിൽ നിന്ന് ചോദിച്ചറിയേണ്ട ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം ഷെമിയുടെ അരികിൽ അബ്ദുൾ റഹീം ഉണ്ട്. അബ്ദുൾ റഹീമിന്റെ ഒപ്പം ഇരുത്തി ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി അധികം ഇതൊരു വ്യക്തത കൈവരും ഈ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ അബ്ദുൾ റഹീമിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അവരുടെ സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ദമാമിൽ നിന്ന് ഇവിടേക്ക് എത്തിയ അബ്ദുൾ റഹീം ഇപ്പോൾ ബന്ധുക്കൾക്കൊപ്പം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏതൊരു മനുഷ്യനും സ്വന്തം നാട്ടിലേക്ക് ഇത്രയും വർഷത്തിനു ശേഷം മടങ്ങിയെത്തുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ റഹീമിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടാണ് റഹീം വരുന്നത്. ആ നഷ്ടപ്പെടലിന് കാരണമായതാകട്ടെ മൂത്ത മകൻ. പ്രവാസ ലോകത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് ഇപ്പോൾ 8 വർഷത്തിനു ശേഷം റഹീമിന് ഇങ്ങനെയൊരു ഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്.